ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഗ്രീൻ ഐ ടി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മാലിന്യവും മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങളെക്കുറിച്ചും ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്നിവയെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇന്ന് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഐ ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ ഐ ടി. അതായത് ഹരിത കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഹരിത സാങ്കേതിക വിദ്യ എന്നത് പ്രകൃതിക്ക് നാശം വരുത്താതെയുള്ള, പ്രകൃതിക്ക് ദോഷം വരുത്താതെയുള്ള കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ പഠനവും പ്രയോഗവുമാണ്. ഇറ്റ് ഈസ് ദ ഡിസൈനിങ്, manufacturing, using and disposing of computers and associated components such as monitors, printers, storage devices, etc. efficiently and effectively with minimal or no impact on the environment. ഹരിത കമ്പ്യൂട്ടിംഗ് എന്നത് കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് അനുബന്ധ ഘടകങ്ങളുടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ മറ്റ് വിഭവങ്ങളുടെയും ഹാർഡ്വെയർ ഉപകരണങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഹാർഡ്വെയർ ഉപകരണങ്ങളായിട്ടുള്ള മോണിറ്റർ, പ്രിൻ്റർ, സംഭരണ ഉപകരണങ്ങൾ, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നിവയുടെയും രൂപകൽപ്പന, നിർമ്മാണം, ഉപയോഗം, നിർമ്മാർജ്ജനം എന്നിവ വളരെ ഫലപ്രദമായും കാര്യക്ഷമമായും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലും നടപ്പാക്കുന്നതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള മോണിറ്റർ, പ്രിൻ്റർ, സ്റ്റോറേജ് ഉപകരണങ്ങൾ എന്നിവയുടെയും രൂപകൽപ്പന, നിർമ്മാണം, ഉപയോഗം, നിർമ്മാർജ്ജനം എന്നിങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിൽ വളരെ കാര്യക്ഷമമായും പ്രകൃതിക്ക് യോജ്യമായ രീതിയിൽ, പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയുള്ള വളരെ കാര്യക്ഷമമായ ഫലപ്രദമായ രീതിയിലുള്ള നടപ്പാക്കുന്നതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള ഹാർഡ്വെയർ ഉപകരണങ്ങളുടെയും രൂപകൽപ്പന, നിർമ്മാണം, ഉപയോഗം, അവയുടെ നിർമ്മാർജ്ജനം എന്നിവ വളരെ കാര്യക്ഷമമായും ഫലപ്രദമായും പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ, പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിൽ നടപ്പാക്കുന്നതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഹരിത കമ്പ്യൂട്ടിംഗ് എന്നത്, ഹരിത സാങ്കേതിക വിദ്യ എന്നത് പാരിസ്ഥിതികമായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിലുള്ള കമ്പ്യൂട്ടറിൻ്റെയും അവയുടെ മറ്റ് വിഭവങ്ങളുടെയും ഉപയോഗത്തെയാണ് ഹരിത കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഹരിത സാങ്കേതിക വിദ്യ എന്ന് അറിയപ്പെടുന്നത്. പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടു കൂടിയും പ്രകൃതിക്ക് ദോഷം വരുത്താതെയുമുള്ള, നാശം വരുത്താതെയുമുള്ള കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കമ്പ്യൂട്ടർ അനുബന്ധ ഹാർഡ്വെയർ ഉപകരണങ്ങളുടെയും ഉപയോഗത്തെയാണ് ഹരിത കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിലെ ഒരു ഏർലിയസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്നത്, ഹരിത കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു തുടക്കം 1992 എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന സംഘടന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും നോട്ട്ബുക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും പ്രിൻ്ററുകളിലുമൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു ലേബലിംഗ് പ്രോഗ്രാമാണ്. അതാണ് എനർജി സ്റ്റാർ എന്ന് പറയുന്നത്. ഇന്ന് ഒട്ടുമിക്കവാറും എല്ലാ കമ്പ്യൂട്ടർ ഡിസ്പ്ലേകളിലും, കമ്പ്യൂട്ടർ മോണിറ്ററുകളിലും, പ്രിൻ്ററുകളിലും കാണുന്ന ഒരു ലേബൽ ആണ് എനർജി സ്റ്റാർ എന്നത്. ഇത് EPA എന്ന ഏജൻസി, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി 1992 മുതൽ ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി, ഹരിത കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ കമ്പ്യൂട്ടറിലും അവയുടെ വിഭവങ്ങളിലും അവയുടെ അനുബന്ധ ഉപകരണങ്ങളിലും ഊർജം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ലേബലിംഗ് പ്രോഗ്രാമാണ് എനർജി സ്റ്റാർ എന്നത്. ഇത് ഈ ഒരു ഹരിത കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യം നടന്ന ഒരു ചുവടുവയ്പ്പാണ് എനർജി സ്റ്റാർ എന്നത്. എനർജി സ്റ്റാർ എന്നത് കമ്പ്യൂട്ടറിലും അനുബന്ധ ഉപകരണങ്ങളിലും അവയുടെ വിഭവങ്ങളിലും
അവയുടെ റിസോഴ്സുകളിലും ഊർജം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി കറണ്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു ലേബലിംഗ് പ്രോഗ്രാമാണ്. ഇത് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു തുടക്കമാണ്. ഇനി എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഗവൺമെൻറ് റെഗുലേഷൻ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ആൻ ഓവറോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഐഡിയ. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന ആശയം നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ്റുകൾക്ക് വരുത്താവുന്ന നിയന്ത്രണത്തിന് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ, ഹരിത കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ്റുകൾക്ക്, സർക്കാരുകൾക്ക് ധാരാളം പരിമിതികളുണ്ട്. പ്രകൃതിക്ക് യോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതി സൗഹാർദ്ദമായ രീതിയിൽ എൻവറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയ ഒരു തൊഴിൽ സംസ്കാരം, പ്രകൃതിക്ക് ദോഷം വരുത്താതെയുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി ഇനി പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇതിൻ്റെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട പ്രകൃതിക്ക് ദോഷം വരുത്താതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിക്ക് യോജ്യമായ രീതിയിലുള്ള പ്രകൃതിക്ക് നാശം വരുത്താതെ ഉള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും സ്ഥാപനങ്ങളും സ്വീകരിക്കേണ്ട ചില നടപടികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എങ്ങനെ നടപ്പിലാക്കാമെന്നതിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും സ്ഥാപനങ്ങളും കൈക്കൊള്ളേണ്ട നടപടികളാണിത്. ടേൺ ഓഫ് കമ്പ്യൂട്ടർ വെൻ നോട്ട് ഇൻ യൂസ്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ കമ്പ്യൂട്ടറുകൾ ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. മറ്റൊന്ന് പവർ ഓൺ ദ പെരിഫറൽ സച്ച് ആസ് ലേസർ പ്രിൻറ്റേഴ്സ് ഓൺലി വെൻ നീഡഡ്. ലേസർ പ്രിൻ്റർ പോലുള്ള പെരിഫറൽ ഉപകരണങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കുക, പ്രവർത്തിപ്പിക്കുക. യൂസ് പവർ സേവർ മോഡ്. ഊർജം ലാഭിക്കുന്ന തരത്തിലുള്ള പവർ സേവിംഗ് മോഡിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക. യൂസ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് റാദർ ദാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. കഴിയുന്നതും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സ്ഥാനത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ടേക്ക് പ്രിൻ്റ് ഔട്ട്സ് ഓൺലി ഇഫ് നെസറി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രിൻ്റ് ഔട്ടുകൾ എടുക്കുക, പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ഔട്ടുകൾ എടുക്കുക. അനാവശ്യമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് ഒഴിവാക്കുക. മറ്റൊന്ന് CRT മോണിറ്ററുകൾക്ക് പകരം, പഴയ CRT മോണിറ്ററുകൾക്ക് പകരം LCD മോണിറ്ററുകൾ, LCD ഡിസ്പ്ലേ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുക. എനർജി സ്റ്റാർ ലേബലോട് കൂടിയ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും മാത്രം കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുക. ഈ മാലിന്യം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സംസ്കരിക്കുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക. പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. മറ്റൊന്ന് പരമ്പരാഗതമായ ഊർജ സ്രോതസ്സുകൾ, അതായത് വൈദ്യുതി എന്ന ഊർജ സ്രോതസ്സിന് ബദലായി സോളാർ പോലുള്ള ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. ഇവയെല്ലാമാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഹരിത കമ്പ്യൂട്ടിങ്ങിൻ്റെ എന്ന ആശയം, ഹരിത കമ്പ്യൂട്ടിംഗ് എന്ന ഒരു ആശയമല്ല, ഈ ഹരിത കമ്പ്യൂട്ടിംഗ് നടപ്പിലാക്കുന്നതിനുള്ള 4 സമീപനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഹരിത കമ്പ്യൂട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള 4 സമീപനങ്ങൾ. ടു പ്രൊമോട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ദ ഫോളോയിങ് 4 കോംപ്ലിമെൻ്ററി അപ്രോച്ചസ് ആർ എംപ്ലോയ്ഡ്. എങ്ങനെ ഹരിത കമ്പ്യൂട്ടിംഗ് നടപ്പിലാക്കാം, അതിനുള്ള 4 സമീപനങ്ങൾ, മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന് ഗ്രീൻ ഡിസൈനിങ്
energy efficient and eco-friendly computers, servers, printers, projectors and other devices, digital devices. കമ്പ്യൂട്ടറും മറ്റ് സെർവർ, പ്രിൻ്റർ, പ്രൊജക്ടർ, കമ്പ്യൂട്ടർ, സെർവർ, അതുപോലെ മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ ഘടകങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടറിലെ വിഭവങ്ങളായിട്ടുള്ള പ്രിൻ്റർ, പ്രൊജക്ടർ എന്നീ ഹാർഡ്വെയർ ഉപകരണങ്ങളും മറ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും രൂപകൽപ്പന പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിൽ ഊർജം കാര്യക്ഷമമായി ഫലപ്രദമായി ഊർജം വിനിയോഗിക്കത്തക്ക രീതിയിലുള്ളൊരു രൂപകൽപ്പന തയ്യാറാക്കുക. അതാണ് ഗ്രീൻ ഡിസൈൻ. ഗ്രീൻ ഡിസൈനിങ് എന്നാൽ ഡിസൈനിങ് കമ്പ്യൂട്ടറിൻ്റെയും സെർവറുകൾ, മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള പ്രിൻ്റർ, മോണിറ്റർ എന്നിവയുടെയും രൂപകൽപ്പന, അവയുടെ ഡിസൈൻ പരമാവധി അല്ലെങ്കിൽ മുഴുവനായും ഊർജം സംരക്ഷിച്ചുകൊണ്ടും ഊർജം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ടും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലും നടപ്പിലാക്കുന്നതിനെയാണ് ഗ്രീൻ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള പ്രിൻ്റർ, മോണിറ്റർ എന്നിവയുടെയും രൂപകൽപ്പന വളരെ ഫലപ്രദമായി പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിൽ തയ്യാറാക്കുന്നതിനെ അത്തരത്തിലുള്ളൊരു ഡിസൈനെയാണ്. അപ്പോൾ പ്രകൃതി സൗഹാർദ്ദപരമായ വളരെ കാര്യക്ഷമമായി ഊർജം കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഊർജം അല്ലെങ്കിൽ ഫലപ്രദമായി ഉള്ള ഊർജ വിനിയോഗത്തിലൂടെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള കമ്പ്യൂട്ടറുകളുടെയും സെർവർ, മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള പ്രിൻ്റർ, മോണിറ്റർ എന്നിവയുടെയും രൂപകൽപ്പനയാണ് ഗ്രീൻ ഡിസൈൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്രോച്ച്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അപ്രോച്ചാണ് ഗ്രീൻ മാനുഫാക്ചറിങ്, ഹരിത നിർമ്മാണം. ഗ്രീൻ മാനുഫാക്ചറിങ് എന്നത് ഇറ്റ് ഈസ് മിനിമൈസിങ് ദ വേസ്റ്റ് during the manufacturing of computers and other components to reduce the environmental impact of these activities. കമ്പ്യൂട്ടറിൻ്റെയും മറ്റ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളുടെയും ഘടകങ്ങളുടെയും നിർമ്മാണം വളരെ ഫലപ്രദമായ രീതിയിൽ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ദുർവ്യയം കുറച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണത്തെയാണ് ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള മോണിറ്റർ, പ്രിൻ്റർ എന്നീ ഹാർഡ്വെയർ ഉപകരണങ്ങളുടെയും നിർമ്മാണ സമയത്ത് അവയുടെയും വളരെ മാലിന്യം കുറച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രക്രിയയാണ് ഗ്രീൻ മാനുഫാക്ചറിങ്. മിനിമൈസിങ് ദ വേസ്റ്റ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ peripheral devices or components and thus reducing the environmental impact of these activities. കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണ സമയത്ത് ഉണ്ടാകാനിടയുള്ള മാലിന്യങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിൽ, പ്രകൃതിക്ക് യോജ്യമായ രീതിയിൽ, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഇത്തരം ഉപകരണങ്ങളുടെ നിർമ്മാണത്തെയാണ് ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിലുള്ള വേസ്റ്റുകൾ പുറന്തള്ളാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വേസ്റ്റുകൾ പുറന്തള്ളുന്നത് പരമാവധി കുറച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറിൻ്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും നിർമ്മാണത്തെയാണ് ഗ്രീൻ മാനുഫാക്ചറിങ്. അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായ രൂപകൽപ്പന, പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിർമ്മാണം, ഇതെല്ലാം ഗ്രീൻ കമ്പ്യൂട്ടിംഗ് നടപ്പിലാക്കുന്നതിനുള്ള സമീപനങ്ങൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സമീപനങ്ങൾ. മറ്റൊരു ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന ആശയം നടപ്പിലാക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ഗ്രീൻ യൂസ്, ഹരിത ഉപയോഗം എന്നത്. ഇവിടെ മിനിമൈസിങ് ദ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽ ഡിവൈസസ് ആൻഡ് യൂസിങ് ദം ഇൻ ആൻ ഇക്കോ ഫ്രണ്ട്ലി മാനർ. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ഘടകങ്ങളും അവയുടെ ഹാർഡ്വെയർ റിസോഴ്സുകളും ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് അവ ഉപയോഗിക്കുക, പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിൽ അവ ഉപയോഗിക്കുന്നതിനാണ് ഗ്രീൻ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ചുകൊണ്ട് പ്രകൃതി സൗഹാർദ്ദമായ രീതിയിൽ, പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ഉപയോഗത്തെയാണ് ഗ്രീൻ യൂസ് എന്ന് പറയുന്നത്.
ഗ്രീൻ ഡിസ്പോസൽ. ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ മറ്റൊരു അപ്രോച്ചാണ് ഗ്രീൻ ഡിസ്പോസൽ, ഹരിത നിർമ്മാർജ്ജനം. Reconstructing used computers or appropriately disposing of or recycling unwanted electronic equipments is called green disposal. അതായത് കേടുവന്ന കമ്പ്യൂട്ടറുകൾ, കേടുപാടുകൾ തീർത്ത് ഉപയോഗിക്കുക, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുനർനിർമ്മിക്കുക, അവ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഉപകരണങ്ങൾ, മറ്റ് വസ്തുക്കൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ അവ പുനഃചംക്രമണം ചെയ്യുക എന്നിവയെല്ലാമാണ് ഗ്രീൻ ഡിസ്പോസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ നന്നാക്കി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവ പുതുക്കി ഉപയോഗിക്കുക. For reconstructing used computers or appropriately disposing of or recycling unwanted electronic equipments is called green disposal. കേടുപാടുകൾ വന്ന കമ്പ്യൂട്ടറുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും നന്നാക്കി ഉപയോഗിക്കുക, അവ കളയാതെ, അവ നശിപ്പിച്ച് കളയാതെ അത് കേടുപാടുകൾ തീർത്ത് ഉപയോഗിക്കുക. അതുപോലെ അത്തരം കമ്പ്യൂട്ടർ പോലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രകൃതി സൗഹാർദ്ദപരമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ കേടുവന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടറുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പുതുക്കി ഉപയോഗിക്കുക, അവയുടെ കേടുപാടുകൾ തീർത്തോ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗ്രീൻ ഡിസ്പോസൽ, ഹരിത നിർമ്മാർജ്ജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് ഇതിൽ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.